സ്വാതി, ഇപ്പോൾ നമ്മളോടൊപ്പം ഇവിടുത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും വാർഡ് മെമ്പറുമായിട്ടുള്ള റെജി ചേരുന്നുണ്ട്. റെജിക്കെതിരെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ആരോപണം ഉന്നയിച്ചിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ റെജിയുടെ ഒരു പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ്. താങ്കൾക്കെതിരെയുള്ള ആരോപണങ്ങൾ കേട്ടുകാണുമെന്ന് കരുതിയിരുന്നു. എന്താണ് അതിനകത്തുള്ള വിശദീകരണം എന്ന് പറയുന്നത്? വളരെ അപലപനീയമായൊരു പ്രസ്താവനയാണ് മന്ത്രിയുടെ ഭാഗത്തുനിന്നുള്ളത്. നിങ്ങൾ ഇന്ന് രാവിലെ മുതൽ ഇവിടെയുണ്ട്. ഇന്നലെ മുതൽ നിങ്ങളുടെ ഈ പ്രദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുക. ഇവിടെ ഒഴുകി വരുന്ന ആയിരക്കണക്കിന് ആളുകൾ അവർ ഈ ഒരു നാടും ഈ പ്രദേശവുമൊക്കെ ഈ കുടുംബത്തിൻ്റെ ഈ നാടിൻ്റെ ദുഃഖമായി ഈ പൈതലിൻ്റെ മരണത്തെ ഏറ്റെടുക്കുമ്പോഴാണ് ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള വേദനാജനകമായ പ്രസ്താവന വന്നിട്ടുള്ളത്. അതിനകത്തിൽ പ്രധാനപ്പെട്ട CPM സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുള്ള വാർഡ് മെമ്പർ വൈസ് പ്രസിഡന്റുമായിട്ടുള്ള താങ്കൾ സ്ഥാനാർത്ഥിയുടെ വളരെ അടുത്താണ്. ഈ സംഭവങ്ങൾക്ക് പിന്നിലൊരു രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്ന് സംശയിക്കുന്നു. സമഗ്രമായ അന്വേഷണം വേണമെന്ന് പറയുന്നു. മറ്റൊന്ന്, ഈ പ്രതി എന്ന് പറയുന്ന വിനേഷ് കോൺഗ്രസ് പ്രവർത്തകനാണ് എന്നുള്ളതാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. കോൺഗ്രസുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു വ്യക്തിയാണ് ഈ പ്രതി. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും യാതൊരുവിധ കോൺഗ്രസ് പശ്ചാത്തലവുമില്ല. പിന്നെ ഈ പ്രദേശത്തെ ആളുകൾക്ക് ഞാൻ 32 വർഷമായിട്ട് ഇവിടെ ഈ സ്കൂളിൽ എൻ്റെ വിദ്യാർത്ഥി കൂടിയാണ് ഈ കുട്ടി മരണപ്പെട്ട അനന്തു. തീർച്ചയായിട്ടും ഈ 33 വർഷമായിട്ട് ഈ പ്രദേശത്ത് രാഷ്ട്രീയ ജീവിതവും പൊതുപ്രവർത്തനം നടന്ന ഈ വെള്ളക്കെട്ടിലും വഴിക്കടവിലെ ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഇത്തരത്തിൽ ഒരു മരണത്തെ പോലും വിറ്റ് കാശാക്കുന്ന ഒരു വളരെ നീചമായ ഒരു നിലപാടാണ് ഇത്തരത്തിൽ വനം വകുപ്പ് മന്ത്രി സ്വീകരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സമനില തെറ്റിയോ എന്നുള്ളതാണ് ഞങ്ങൾ സംശയിക്കുന്നത്. ഇത് എങ്ങനെയാണ് ഇത് സംഭവിച്ചിട്ടുണ്ടാവുക? ഇപ്പോൾ ഇവിടെ ഇതിപ്പം രണ്ട് രീതിയിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ കുട്ടികളുടെ സുഹൃത്തുക്കളൊക്കെ പറയുന്നത് അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല, ഇങ്ങനെ മുമ്പ് ഇങ്ങനെ കണ്ടിട്ടില്ല, അവർ മീൻ പിടിക്കുന്ന പോകുമ്പോൾ ഇങ്ങനൊരു അപകടം പോലും അവരുടെ മുന്നിലേക്ക് വന്നിട്ടില്ല. പക്ഷേ നാട്ടുകാർ ചിലത് പറയുന്നുണ്ട്, മുമ്പ് KSEB തന്നെ ശ്രദ്ധയപ്പെടുത്തിയിട്ടാണ് ഇത്തരത്തിൽ അനധികൃതമായി വൈദ്യുതി ലൈൻ വലിച്ചുകൊണ്ട് ഈ പന്നിക്കണികൾ ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട്. താങ്കളുടെ ശ്രദ്ധയിൽ ഇത് വന്നിരുന്നോ? ഏതെങ്കിലും തരത്തിൽ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും നമുക്കറിയാം, ഒരു 2-3 മാസം മുമ്പ് ഈ കാരക്കോട് പുത്തിരിപ്പാടത്ത് ഇതിന് തൊട്ട് 1 കിലോമീറ്റർ ചുറ്റളവിൽ നമ്മുടെ രാമകൃഷ്ണൻ കുഞ്ഞുട്ടെന്ന് പറഞ്ഞ ആളൊരു തെങ്ങുകയറ്റ തൊഴിലാളിയായിരുന്നു. അദ്ദേഹം രാവിലെ തെങ്ങുകയറ്റ തൊഴിലിന് പോകുന്ന സമയത്താണ് അദ്ദേഹം അവിടെ ഈ അതിദാരുണമായിട്ട് അതും ഒരു ജനവാസ മേഖലയിൽ ആളുകൾ ഇടതിങ്ങി നിൽക്കുന്ന ഒരു പ്രദേശത്താണ് അദ്ദേഹം അവിടെ മരണപ്പെട്ടത്. അന്നും വലിയ പ്രക്ഷോഭങ്ങളും കാര്യങ്ങളും ഉണ്ടായി. അന്നൊന്നും ഈ പറയുന്ന മന്ത്രിമാരും ഈ പറഞ്ഞ നേതാക്കന്മാരും ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഇവിടെ CPM-ഉം LDF-ഉം ഒക്കെ ഒരു ഇലക്ഷൻ പ്രചരണത്തിന് ഈ സമയത്ത് ഉപയോഗിക്കുകയാണ്. ഇതൊക്കെ നിരവധി തവണ ഇവിടെ നിങ്ങളുടെ പ്രദേശവാസികൾ തന്നെ പലതവണ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനോടും ഈ പറയുന്ന പ്രതിയെക്കുറിച്ച് തന്നെ ഒരു 3 മാസം മുമ്പ് തന്നെ ഇവിടെയുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ KSEB-ക്കും ഈ പ്രദേശത്ത് നിങ്ങൾക്കറിയാം 17 വാർഡുകൾ 23 വാർഡുകളുള്ള ഈ വഴിക്കട പഞ്ചായത്തിൽ 17 വാർഡുകൾ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇത് തന്നെ നിങ്ങൾ ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ നിങ്ങൾക്കറിയാം ഒരു ഫോറസ്റ്റിനുള്ളിലൂടെ വന്നിട്ടാണ് ഈ വീട്ടിലേക്ക് വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഇത്തരത്തിൽ വ്യാപകമായിട്ടുള്ള ഒരു വലിയ സംഘം ചേർന്നുകൊണ്ടുള്ള പന്നിവേട്ടയും മാംസ കച്ചവടം നടക്കുന്ന റാക്കറ്റ് ഉണ്ട്. അത് അധികാരികളുടെ ശ്രദ്ധയിൽ നിരന്തരം ഇവിടുത്തെ ആളുകൾ പെടുത്തിയിട്ടും അതിനെതിരെ ഒരു നടപടി സ്വീകരിക്കാൻ കഴിയാതെ ഒരു മരണമുഖത്ത് വന്ന് ഇത്തരത്തിൽ ഈ ഒരു വിഷമം നിറഞ്ഞിരുന്ന സാഹചര്യത്തിൽ ആ കുടുംബത്തെ ആശ്വസിപ്പിക്കേണ്ടതിന് പകരം അവരുടെ കുടുംബത്തിൽ പങ്കുചേരുന്നതിന് പകരം അവിടെ ഞങ്ങൾക്ക് എന്ത് ലാഭം കിട്ടും എന്നുള്ള അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുള്ള അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള വനം വകുപ്പ് ഭാഗത്തുനിന്നുള്ള വീഴ്ചയെ മറച്ചു വയ്ക്കാൻ ഇത്ര തരംതാണ നികൃഷ്ടമായ ഒരു ആരോപണം ഉന്നയിക്കാൻ എങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിക്കും മന്ത്രിക്കും കഴിയുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ജനങ്ങൾ ചോദിക്കുന്നത്. മരണത്തെ പറ്റി പറഞ്ഞു. അപ്പോൾ ആ മരണം ഉണ്ടായപ്പോൾ ഇതുപോലെ പ്രതിഷേധമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ തിരഞ്ഞെടുപ്പായിട്ട് മാത്രമെന്നാണ് CPM ആരോപിക്കുന്നത്. അതിലൊരു വസ്തുതയില്ലേ? തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. ആ പ്രതിഷേധത്തിൻ്റെ ഒടുവിലാണ് ഇന്നലെ UDF നടത്തിയ ആര്യാടൻ ഷൗക്കത്തിൻ്റെ നേതൃത്വത്തിൽ UDF നടത്തിയിട്ടുള്ള വലിയ നിങ്ങൾക്കറിയാം വെളുപ്പാൻ കാലം വരെ നീണ്ട പ്രതിഷേധത്തൊടുവിലാണ് ഞാൻ പറയട്ടെ, അത് 1 മിനിറ്റ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്ര ജാഗ്രതയോടുകൂടി രാത്രി 1 മണിക്കും 2 മണിക്കും പോലീസും ആളുകളും വന്നിട്ട് ഇന്നലെ 1 മണിക്കാണ് വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ വന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇത്രയും അടുത്താണ് ഫോറസ്റ്റ് സ്റ്റേഷൻ ഉള്ളത്. 1 മണിക്ക് മാത്രമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സംഭവിച്ചത് ഇതേപോലെ ഇത്തരം ഒരു പ്രക്ഷോഭം ഉണ്ടായതുകൊണ്ടാണ് പോലീസ് പൂർണ്ണമായ സമീപനം സ്വീകരിച്ചത്, മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ജാഗ്രതാപൂർണ്ണമായ സമീപനം സ്വീകരിച്ചത്. UDF അത്തരം ഒരു പ്രക്ഷോഭം ഇന്നലെ നടത്തിയിട്ടില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇത് രാമകൃഷ്ണൻ മരിച്ചപ്പോഴും ഇതുപോലെ പ്രതിഷേധങ്ങൾ ഞങ്ങൾ ഉയർത്തിയിരുന്നു, ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി. പക്ഷേ അതിൽ ഉടനടി നടപടിയെടുക്കുന്നതിനോ പ്രതി അറസ്റ്റ് ചെയ്യുന്നതിനോ പോലീസ് തയ്യാറായിട്ടില്ല. CPM-ന്റെ ആരോപണം എന്ന് പറയുന്നത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് UDF ആണ്. അതായത് ഇന്നലെ സംഭവം ഉണ്ടായപ്പം അതൊരു കുറ്റകൃത്യത്തിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഒരു മരണമാണ്. ആ രീതിയിൽ കാണുന്നതിന് പകരം ഇതൊരു അവസരമായി UDF ഉപയോഗപ്പെടുത്തുന്നു. ഒരിക്കലും UDF അവസരമായിട്ട് UDF പറയുന്നത് ഇതിനുള്ളിൽ കുറ്റകൃത്യം ചെയ്തിട്ടുള്ള ആളുകളെ കൃത്യമായി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. നമുക്ക് മുമ്പ് സമാനമായ പല സാഹചര്യങ്ങളിലും കുറ്റവാളികളിലേക്ക് എത്തുന്നതിനോ കർശനമായ ശിക്ഷ അവർ ശിക്ഷയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇനി ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാവാൻ ഞങ്ങൾ രാഷ്ട്രീയത്തിനപ്പുറം രാഷ്ട്രീയത്തിന് മുഖം നോക്കാതെ ഇവിടുത്തെ ജനങ്ങളെ കൂട്ടി നിന്നുകൊണ്ട് ഇവിടെ ഭരണ സംവിധാനവും ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ഇതിൽ പ്രതികരിക്കാതെ പരാജയപ്പെട്ട സാഹചര്യത്തിൽ ഇവിടുത്തെ ബഹുജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയ ഭേദമന്യേ അതിശക്തമായ സമരത്തിന് ഇവിടുത്തെ ജനങ്ങളെ അണിനിർത്തിക്കൊണ്ട് ഞങ്ങളുടെ സംവിധാനം UDF ഒറ്റക്കെട്ടായി
ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ളൊരു വലിയ പ്രക്ഷോഭ പരിപാടിയിലേക്ക് ഞങ്ങൾ നീങ്ങുകയാണ്.